പ്രിയമുള്ളവരെ, നടി ആക്രമിച്ച കേസിൻ്റെ വിചാരണയും വിധിയും വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ നടക്കുകയാണ്. ചിലർ സ്പോൺസേർഡായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നു, വിധിയെ എടുത്ത് വിശകലനം ചെയ്യുന്നു. കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിൽ ഇത്രയേറെ വിശകലനം ചെയ്യുകയും ഇത്രയേറെ ഇതിന് വാർത്താ പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസാണ്. അത് ചിലർ സ്പോൺസേർഡായി ചെയ്യുന്നു, ചിലർ തിരിച്ചുവരവിന് വേണ്ടി സമൂഹത്തിന് മുമ്പിൽ ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും വളരെ ദുഃഖത്തോടുകൂടി ഈ നീതിപീഠത്തെ നോക്കി കരയുന്ന ഒരു യുവതിയുടെ മുഖമാണ് ആ യുവനടിയുടെ. ഇത്തരുണത്തിലാണ് നമുക്ക് അനന്തു സുരേഷ് എന്ന് പറയുന്നൊരു യുവ എഴുത്തുകാരനാണ്. ഈ നടി ആക്രമിക്കുന്ന സമയം മുതൽ ഇതിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നടിയുടെ ചിത്രം വെച്ചുള്ള അയാളുടെ വിശകലനങ്ങളും അതിനെതിരെയുള്ള അയാളുടെ ശബ്ദവുമാണ് നമ്മൾ കാണുന്നത്. പല കാര്യങ്ങളും, അതായത് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത കാര്യങ്ങൾ, താജുദ്ദീൻ എന്ന് മഹേഷ് മോഹൻ എന്ന് പറഞ്ഞ 2 ജയിൽ ഉദ്യോഗസ്ഥന്മാർ, അതിനുശേഷം ഒരു ജഡ്ജി നേരെ ഹൈക്കോടതിയിലേക്ക് ജഡ്ജിയായി പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഇതിനകത്ത് വന്നിട്ട് ഹണിയം വർഗീസ് എങ്ങനെയൊക്കെയാണ് കേസിനെ തിരിമറി നടത്തുന്നത്, എങ്ങനെ ശക്തമായ രീതിയിൽ കോടതി അലക്ഷ്യമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യുന്ന അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഇയാൾ ദിലീപിൻ്റെ ഒരു കടുത്ത ഫാനായിരുന്നു. അതിനുശേഷം ദിലീപിനെ നല്ലപോലെ വിമർശിക്കുകയും അതിൻ്റെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ അയാളായിട്ട് അലക്കുകയും അയാളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുമ്പോഴാണ് അയാളിത് പറയുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ ദിലീപ്, താങ്കൾ 8ാം പ്രതിയായിരുന്ന കൊച്ചിയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ ഇപ്പോൾ 20 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി മാർട്ടിൻ്റെ ഒരു പഴയ വീഡിയോ പൊക്കിപ്പിടിച്ച് കൊണ്ട് പേട്ടൻ പാവാടയ ആ നടി അവളെ തന്നെ മാനഭംഗപ്പെടുത്താൻ സ്വയം കൊടുത്ത കൊട്ടേഷനായിരുന്നടാ ഞങ്ങളുടെ പേട്ടൻ പുണ്യാളൻഡ മുതലായ നാണം കെട്ട നാറിയ വാദങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു കൂട്ടം വാഴകൾ ഇറങ്ങിയിരിക്കുന്നവരും താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. മാർട്ടിൻ എന്ന് പറയുന്ന കേസിലെ 2ാം പ്രതി, ഈ പെൺകുട്ടി അവിടുന്ന് കാറിൽ കയറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞു വിട്ട ആൾ, ലാൽ ക്രിയേഷൻസ് എന്ന് പോയാൽ അവനാണ് ഈ പറഞ്ഞ നടി തന്നെ കൊട്ടേഷൻ കൊടുത്ത് അവരെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത് അതിൻ്റെ വീഡിയോ എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞതെന്നാണ് മാർട്ടിൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റിയാണ് ദിലീപിനോട് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ അറിഞ്ഞിരിക്കുക മാത്രമല്ല, താങ്കളുടെ പൂർണ്ണ ആശീർവാദത്തോടെ താങ്കളുടെ ഫണ്ടിങ്ങോട് നടക്കുന്ന ഒരു നാറിയ PR നാടകമാണ് ഈ അരങ്ങേറുന്നതെന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ താങ്കൾക്ക് ഈ തുറന്ന കത്തെഴുതുന്നത്. താങ്കൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് മുൻപിലും ചാനൽ ചർച്ചകളിലും പങ്കെടുത്ത് ഈ നാട്ടിൽ നിലയും വിലയുമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളെ തോന്നിപ്പിച്ചിട്ടുള്ള ചില നാറിയ ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചു തുടങ്ങിയത്. അത് യൂട്യൂബിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് കാശ് മേടിച്ച് സിനിമാ പ്രൊമോഷനുകളും പരസ്യങ്ങളും ചെയ്യുന്ന യൂട്യൂബർമാരും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളുമാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും താങ്കളുടെ കയ്യിൽ നിന്ന് കാശിനെ മേടിക്കുന്ന നാണം കെട്ട ക്രിമിനലുകളല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ദിലീപ്, അറപ്പാണ് തോന്നുന്നത്. ശരിയാണ്, പലർക്കും അയാളുടെ അറപ്പാണ് തോന്നുന്നത്. പലരും അയാളുടെ സിനിമകൾ കാണാറില്ല. ഇയാൾ എത്ര PR വർക്ക് നടത്തിയാലും ഇയാൾ എന്താണെന്നും അല്ലെങ്കിൽ ആ കൊട്ടേഷൻ ആര് കൊടുത്തു എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ആ ജഡ്ജ്മെൻ്റ് എഴുതിയ ജഡ്ജിക്കുണ്ടായിരുന്നു എന്നുകൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത്. ശ്രീ ദിലീപ്, അറപ്പാണ് തോന്നുന്നു നിങ്ങളോടും നിങ്ങളുടെ കാശ് മേടിച്ച് നക്കി ഇമാതിരി പിതൃശൂന്യതകൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന നാരി ക്രിമിനലുകളോടും വളരെ കുറച്ച് ഞരമ്പ് രോഗികളെ ത്രസിപ്പിക്കാനും അവരുടെ മനസ്സിൽ ചെറിയ ചില സംശയം ജനിപ്പിക്കാനും മാത്രമേ നിങ്ങളുടെ ഈ നെറികെട്ട നാറിയ നാടകങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കൂ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിങ്ങൾ കുറ്റക്കാരനാണെന്നും നിങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ചാണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോകുന്നതെന്നും ആ വിചാരണ കോടതി അതിജീവതയോട് കാണിച്ച ശുദ്ധ അനീതിയും തോന്നിയവസവും ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അതിനുള്ള കൃത്യമായ തെളിവുകൾ കേരള മനസ്സാക്ഷിക്ക് മുൻപിൽ പകൽ പോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അതിജീവത എന്ന പെൺകുട്ടി പറഞ്ഞതായിട്ട് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്. PT തോമസ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയല്ലേ നമ്മൾ പറയേണ്ടത്, ഇതെങ്ങനെയല്ലേ പ്രതികരിക്കേണ്ടതെന്ന് മാത്രമേ ഈ ചെറുപ്പക്കാരൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. താങ്കൾ എന്താണ് വിചാരിച്ചത്? ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തിട്ട് 8.5 വർഷം അവളെ നരകിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്തിട്ട് താങ്കളുടെ കയ്യിൽ ഇനിയും ഒരുപാട് കാശിരുന്ന് കുത്തുന്നത് കൊണ്ട് ഇതുപോലുള്ള നാറി ക്രിമിനലുകളെ വാടകയ്ക്കെടുത്ത് ഇനി അവൾക്കെതിരെ അശ്ലീല കഥകൾ പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തിച്ച് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാം എന്നാണോ? ശരിക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കണം, മനുഷ്യർ തന്നെയാണോ നിങ്ങളൊക്കെ? ഇങ്ങനെ വേട്ടപ്പട്ടികളെ വിട്ട് അവളെ ഇനിയും ഇഞ്ചിഞ്ചെ കടിച്ചു കീറി കൊല്ലാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ശ്രീ ദിലീപ്, നിങ്ങളെ അതിന് അനുവദിക്കില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്ന ശബ്ദം എൻ്റേത് മാത്രമല്ല, ആ പെൺകുട്ടിയോട് നിങ്ങളും ആ വിചാരണ കോടതിയും ഈ സിസ്റ്റം മുഴുവൻ ചെയ്തത് കൊടികെട്ടിയ അനീതിയും അന്യായവും ക്രൂരതയുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മലയാളികളുടെ കൂടെ ശബ്ദമാണ് ഞാനിപ്പം. ഇതൊരു അന്ത്യശാസ്ത്രമായി തന്നെ കൂട്ടിക്കൊള്ളൂ. കോടിക്കണക്കിന് ജനങ്ങൾ ഇത്രയും വലിയ നെറികെട്ട നാണം കെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അനീതി നടപ്പാക്കുന്ന കണ്ട് സഹികെട്ട് ഗതികെട്ട് നിങ്ങൾക്ക് തരുന്ന ഓരോ ജനകീയ അന്ത്യശാസനം
ആയി തന്നെ കണക്കാക്കുള്ളൂ. താങ്കളുടെ വേട്ടപ്പട്ടികൾ ആ പെൺകുട്ടികൾക്കെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ട് തന്തയില്ലാ സൈബർ ആക്രമണം താങ്കൾ ഇടപെട്ട് ഉടനടി തന്നെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മലയാളികളുള്ള എല്ലായിടത്തും കോടിക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങും. കാരണം മനുഷ്യൻ്റെ മനസാക്ഷിക്ക് സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ശ്രീ ദിലീപ്, നിങ്ങളിപ്പോൾ ക്ഷണിച്ചു വരുത്തുന്നത് ഒരു സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിനെയും പ്രതിഷേധത്തിനെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങൾക്ക് താങ്ങാവുന്നതിലും ഒരുപാട് അപ്പുറം നിൽക്കാൻ പോകുന്ന ഒരു ജനകീയ സമരമാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. കാശുകൊണ്ട് തുലാഭാരം നടത്തി താങ്കൾക്ക് ജഡ്ജിമാരെയും കോടതികളെയും സൈബർ ഗുണ്ടകളെയും വേട്ടപ്പട്ടികളെയും വിലയ്ക്ക് വാങ്ങാം. പക്ഷേ താങ്കൾക്ക് മുന്നിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വിൽപ്പന ചരക്കല്ല മലയാളി മനസാക്ഷി എന്ന് തുടങ്ങി നീണ്ടുപോകുന്ന പേജിൻ്റെ അവസാനം അയാൾ ഇങ്ങനെ എഴുതി ചേർക്കുന്നു: ആ പാവം പെൺകുട്ടി ഇനിയും നിങ്ങൾ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഉറപ്പായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ബഹുജന പ്രക്ഷോഭം ഈ നാട്ടിൽ സംഭവിക്കും. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് നിങ്ങൾക്കൊരു ആദ്യ മുദ്രാവാക്യം വിളിക്കുന്നത് ഞാനായിരിക്കും എന്ന് ഒരു തരി പോലും നിങ്ങളുടെ സ്വന്തമല്ലാത്ത അവളുടെയും അവളെ നെഞ്ചോട് ചേർക്കുന്ന കോടിക്കണക്കിന് നല്ലവരായ മനുഷ്യരെയും മാത്രം സ്വന്തം അനന്തു സുരേഷ് കുമാർ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ആ പോസ്റ്റ് മാത്രമല്ല, അയാളുടെ ഫേസ്ബുക്ക് പേജ് കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും PR വർക്കിലൂടെ തൻ്റെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ദിലീപിനോട് സംസാരിക്കുമെന്ന് ചോദിച്ചാൽ സംസാരിക്കും എന്നുള്ളതാണ് സത്യം. ഒരു ലോകത്ത് ഒരു പെൺകുട്ടി എവിടെയാണ് പോയത്? ഈ പറഞ്ഞ പൾസർ സുനിയുടെ വീട്ടിലേക്കാണോ? അല്ലെ പൾസർ സുനി ആ പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു? അതുപോലെ ഈ പെൺകുട്ടി എന്ത് ചെയ്യാനാണ് പോയത്? കാമുകനോടൊപ്പം പോവുകയായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്, കാമുകനോട് പോകുന്ന സമയത്ത് കാണുന്ന ചില കൊടിച്ച് വ്യക്തികൾക്ക് അത് കാണുമ്പോൾ ജലസി തോന്നിട്ട് പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പീഡിപ്പിക്കും, ബലാത്സംഗം ചെയ്യുന്നതൊക്കെ ഉണ്ട്. കൂട്ട ബലാത്സംഗം നമ്മൾ രാജ്യത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി തൻ്റെ തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യാൻ പോവുകയായിരുന്നു. അവൾക്ക് സഞ്ചരിക്കാനും തൊഴിൽ ചെയ്യാനുള്ള അവകാശമുള്ള ഈ രാജ്യത്ത് അവൾ അങ്ങനെ പോകുന്ന സമയത്താണ് ഈ കൊട്ടേഷൻ റേപ്പ് നടന്നത്. ഈ കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് എന്ന് പറയുന്ന നടനല്ല എങ്കിൽ പിന്നെ ആര്? അത് തെളിയിക്കാനുള്ള ബാധ്യത ഈ സംസ്ഥാനത്തെ പോലീസ് മേധാവികൾക്കില്ലേ? എന്തിന് ദിലീപിൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെ ഈ കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷികളാക്കി വെച്ചു? ഈ സാക്ഷികളെ എന്തിന് ഈ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു? ഇങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻ ഈ സമൂഹത്തിന് മുമ്പിലുണ്ട്. ജഡ്ജ്മെൻ്റ് എടുത്ത് അവലോകനം ചെയ്യുകയും ദിലീപിനെ വെള്ളപൂശാൻ ഇറങ്ങിത്തിരിക്കുന്നവർ അതുകൂടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സുഹൃത്തിനാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കൂടി ദിവസങ്ങളായി 1507 പേജുള്ള ഈ വിധിന്യായത്തിൻ്റെ ഓരോ പേജും എടുത്ത് ഓരോരുത്തർ വായിക്കുന്നുണ്ടല്ലോ. വായിച്ചതിൻ്റെ അവരതിനകത്ത് ആശ്വാസം കൊള്ളുന്നുണ്ടെങ്കിൽ അവർ ഇതിനുകൂടി മറുപടി വരാൻ ബാധ്യസ്ഥരാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മലയാളം അറിയാവുന്ന എല്ലാവർക്കും, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ദിലീപാണ് ചെയ്തതെന്ന്. ചെയ്തതിൻ്റെ കാരണവും എല്ലാവർക്കും അറിയാം. അതിനുള്ള കാർഡും മെമ്മറി കാർഡും കൊണ്ട് കൊടുത്തു എന്നുള്ള സത്യമാണ്. ഇനി ബാലേന്ദ്രകുമാറിനെയാണ് കുറ്റം പറയുന്നതെങ്കിൽ ബാലേന്ദ്രകുമാറിന് ജയിലിൽ വെക്കുന്ന സമയത്ത് ഈ പറയുന്ന ദിലീപാണ് ഇത് ചെയ്തതെന്ന് വിശ്വാസമില്ല. പൾസർ സുനി ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്നൊരു സംശയത്തിന് അപ്പുറത്ത് അയാൾക്ക് മറ്റു സംശയമില്ലായിരുന്നു. ആ ജയിലിൽ നിന്ന് ഇയാൾക്ക് ജാമ്യം കിട്ടാനുള്ള കാര്യങ്ങൾ ഓടി നടക്കുക ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ പുറത്താണ്. അതിനുശേഷം ഈ പറഞ്ഞ മെമ്മറി കാർഡ് ജയിലിൽ ജാമ്യം കിട്ടി വീട്ടിൽ വന്നതിന് ശേഷം ഒന്നിച്ചിരുന്ന് കാണാൻ വിളിച്ച സമയത്താണ് അയാൾക്ക് സംശയം ഉണ്ടാകുന്നത്. ആ സംശയത്തിൻ്റെ പുറത്താണ് അയാൾ പിന്നെ പല കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ വന്നതും. ഞാൻ ബലമായി വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇത് വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ബാലേന്ദ്രകുമാറിന് വൃക്കരോഗം കലശലായത്. അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതാണ്. ഈ പ്രശ്നത്തിന് ശേഷം ഇതുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളെപ്പറ്റിയും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമായിട്ടിരിക്കുകയാണ്. പക്ഷേ നിയമം കണ്ണ് കെട്ടുകയല്ല വേണ്ടത്, നിയമം കണ്ണ് തുറന്നിരുന്ന് വേണം നിയമജ്ഞർ ഇത്തരം വിധിന്യായങ്ങൾ എഴുതാൻ എന്നുള്ളതാണ് സത്യം. പീഡിപ്പിക്കപ്പെട്ടത് ഒരു സ്ത്രീ, ആ കോടതിക്കുള്ളിൽ വീണ്ടും പീഡിപ്പിക്കപ്പെട്ട ആ സ്ത്രീ, തൻ്റെ വിചാരണ പൊതുജനം കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോലെ സമ്മതിക്കാത്തതും വനിതാ ജഡ്ജ്, ആ വിധി എഴുതിയത് വനിതാ ജഡ്ജ്, ആ പെൺകുട്ടിയുടെ മാനത്തിന് 5-6 പേരുടെ മുമ്പിൽ ഉടുതുണിയില്ലാതെ നിന്ന് പീഡിപ്പിക്കപ്പെട്ടതിന് 5 ലക്ഷം വിധി പറഞ്ഞതും 5 ലക്ഷം കോമ്പൻസേഷൻ കൊടുത്തതും ഒരു വനിതയാണെന്ന സത്യം നമ്മൾ ഓർക്കുക. നന്ദി.